വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67-68 തിരുവചനങ്ങൾ. അവൻ്റെ പിതാവായ സഖറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഖറിയ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. എപ്പോഴാണത്? തൻ്റെ മകന് ദൈവ തിരുമനസ്സിനനുസരിച്ച് പേര് നൽകുന്ന പരിച്ഛേദനത്തിൻ്റെ സമയത്ത്. ഇവൻ്റെ പേർ യോഹന്നാൻ എന്നാകുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തത് സ്ഥിരീകരിച്ചപ്പോൾ, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ തിരുമനസ് അനുസരിക്കുമ്പോൾ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുന്നു. പരിശുദ്ധാത്മാവിൽ നിറയുകയും പ്രവചിക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, യേശുവിനെ പറ്റി; രണ്ട്, തൻ്റെ പുത്രനായ യേശുവിൻ്റെ മുന്നോടിയായ സ്നാപക യോഹന്നാനെ പറ്റി. ദൈവം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. ആദി പാപം മുതൽ ദൈവത്തിൽ നിന്നും അകന്നുപോയ, പാപമാകുന്ന ആത്മീയ രോഗത്താൽ വിവശരായിത്തീർന്ന തൻ്റെ ജനത്തെ ദൈവം സന്ദർശിക്കുന്നു. അവരുടെ സകല മുൻകാല പാപങ്ങളും ക്ഷമിക്കാനുള്ള സന്നദ്ധതയിൽ, തയ്യാറിൽ കർത്താവ് അവരെ സന്ദർശിക്കുന്നു. അവർ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്ന് പറയുമ്പോൾ, ഇസ്രായേലിലെ നഷ്ടപ്പെട്ടുപോയ ആടുകൾ ജഡിക നിയമപ്രകാരം വംശമുറയിലൂടെ ഇസ്രായേലായി തീർന്നിരിക്കുന്ന യഥാർത്ഥ ഇസ്രായേൽ, യാക്കോബിൻ്റെ 12 ഗോത്രങ്ങളിലും പെട്ട ഇസ്രായേൽ, അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതിനെയെല്ലാം അന്വേഷിക്കുവാൻ കർത്താവ് വന്നെത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരർത്ഥം ആത്മീയ ഇസ്രായേലാണ്. അത് വിശ്വാസം വഴി അവനോട് ചേർന്നിരിക്കുന്നവരാണ്. അങ്ങനെ ആരെല്ലാം പാപങ്ങൾ ഉപേക്ഷിക്കാൻ, അനുതപിക്കാൻ തയ്യാറാകുന്നുവോ അവരെയെല്ലാം സന്ദർശിച്ചുകൊണ്ട് കർത്താവ് ഇപ്പോൾ തന്നെ സന്നിഹിതനായിരിക്കുന്നു എന്നതാണ്. ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എന്തിനാണ്? അവൻ്റെ മുൻകാല പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കുവാനും പ്രത്യേകമായ അനുഗ്രഹദാനങ്ങളാൽ അവരെ നിറയ്ക്കുവാനും വേണ്ടി ദൈവം സന്നദ്ധനായിട്ട് അവരുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നു. ഇതാരാണ് പറയുന്നത്? പരിശുദ്ധാത്മാവാണ് പറയുന്നത്. ദൈവം തന്നെയാണ് സംസാരിക്കുന്നത്. അനേക നാളത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. മനുഷ്യരുടെ എല്ലാ പാപങ്ങളും അവരുടെ മേൽ ആരോപിക്കാതെ, അതിനെല്ലാം വേണ്ടി തൻ്റെ ഏകജാതനെ ബലിയർപ്പിച്ചുകൊണ്ട് അവരെല്ലാം വീണ്ടെടുക്കുവാനുള്ള സമയം വന്നിരിക്കുന്നു എന്ന് സഖറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു.